കഞ്ഞിക്കുഴി മൂപ്പന്റെയും കുറിച്ചിപ്പെരിയവരുടെയും കുണ്ഠിതങ്ങൾ. ഇക്കഴിഞ്ഞ മാർച്ച് 25-ന് ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ 20 കിലോമീറ്റർ അകലെ അച്ചാനയിലെ സിറിയൻ ഓർത്തഡോക്സ് സഭാകേന്ദ്രമായ പാത്രിയർക്ക സെന്ററിനോട് ചേർന്നുള്ള സെയിന്റ് മേരീസ് പാത്രിയർക്ക കത്തീഡ്രലിൽ നടന്ന കാതോലിക്ക സ്ഥാനാരോഹണ ചടങ്ങിൽ മുടക്കപ്പെട്ട 2 കൂട്ടരൊഴികെ ലോകമെമ്പാടുമുള്ള സഹോദര ക്രൈസ്തവ സഭകളിലെ അധ്യക്ഷന്മാരും പ്രതിനിധികളും പങ്കെടുത്തിരുന്നു. مار غريغوريوس يوسف مفريون العيتو قادشتو دانطيوخيا بارختو دبهندو مور باسيليوس يوسف مفريون العيتو قادشتو دورثودوكسوت قد ما فيش تمهات بشمود ابو ودبره ودروحه قديش الحيد العالم عالمي لي قورو وهدرو ورمرامو دتليثو يوثو قديشتو وشوية بوسيا والشينا بنيانا دعيتو قديشتو دالو تشبحتو لي قورو وهدرو ورمرامو دتليثو يوثو قديشتو شوية بوسيا والشينو بنيانو عيتو قديشتو دالو تشبحتو لي قورو وهدرو ورمرامو دتليثو يوثو قديشتو شوية بوسيا والشينو بنيانو دعيتو قديشتو دالو أحن مور باسيليوس Axios, 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 لاحن مور باسيليوس. Axios, 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 لاحن مور باسيليوس. Axios, 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 لاحن مور باسيليوس. ഈ ചടങ്ങിന് പോകാൻ അനുമതി നിഷേധിക്കപ്പെട്ടവരിൽ ഒന്നാമൻ ഞങ്ങളുടെ വഴക്കിന്റെ കാതോലിക്ക അഥവാ കഞ്ഞിക്കുഴി മൂപ്പൻ. 2 മുടക്കപ്പെട്ട പൗരോഹിത്യം ഉരിഞ്ഞുകളയപ്പെട്ട അതിനിന്ത്യ കുത്തിത്തിരിപ്പ് മെത്രാൻ അഥവാ കുറിച്ചിപ്പെരിയവർ. കുറിച്ചിയിലും പ്രാന്തപ്രദേശങ്ങളിലും മാത്രം കാണപ്പെടുന്നതും 2 പെട്ടി ഓട്ടോറിക്ഷയിൽ കൊള്ളാനുള്ള പ്രജകളുമുള്ള രായാവായതിനാലാണ് കുറിച്ചി രായാവ് അല്ലെങ്കിൽ കുറിച്ചി പെരിയവർ എന്ന് അദ്ദേഹത്തിന്റെ വിശ്വാസികൾ വിളിക്കുന്നത്. സ്വന്തം സഭയുടെ അധ്യക്ഷനിട്ട് തന്നെ ബ്രഹ്മ വെക്കുകയും പിതാവിന്റെ അതിപരിശുദ്ധ അംശവടിയിൽ തന്നെ ഊഞ്ഞാലാടുക മാത്രമല്ല കുത്തിമറിയുകയും ചെയ്തതിനെ തുടർന്നാണ് സഭാധ്യക്ഷൻ കുറിച്ചിപ്പെരിയവരെ മുടക്കിക്കളഞ്ഞത്. ആയതിന്റെ പ്രതികരണം എന്നോണം അദ്ദേഹം തന്റെ അടിമകളെ ഇറക്കി സ്വന്തം പിതാവിന്റെ ഫോട്ടോ
തലതിരിച്ചു വെച്ചതും തെരുവിൽ പരസ്യമായി അപ്പന്റെ ഫോട്ടോ നശിപ്പിച്ചതും കാണുക. പാത്രികേസിൻ്റെ ഫോട്ടോ തലതിരിച്ച് വെച്ചേക്കുവാണെങ്കിൽ പ്രതിഷേധമായിട്ട് ഒരു മീറ്റിംഗ് നടക്കാൻ പോവാണ്. പുള്ളിയുടെ അതിനുള്ള പ്രാരംഭമൊക്കെ ഒരു പ്രതിഷേധമായിട്ട് പുള്ളിയുടെ പ്രതിസ്ഭാവയുടെ ബാനർ തലതിരിച്ച് വെച്ചൊക്കെയാണ്. ഇനി എല്ലാ സഭാധ്യക്ഷന്മാരും ലെബനനിലേക്ക് പോയപ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ നിന്ന് പച്ചയ്ക്ക് കുത്തിത്തിരിപ്പ് മെത്രാൻ മുതുകിന് ഏറുകൊണ്ട് വീണ് കിടന്നിട്ടും പിടിച്ചു നിൽക്കുവാൻ ഒരു പാഴ്ശ്രമം നടത്തുന്നത് കാണുക. ലെവന്റെ ആ നാക്കില്ലായിരുന്നുവെങ്കിൽ തെണ്ടിപ്പോയേനേം എന്നാണ് വിശ്വാസികൾ അടക്കം പറയുന്നത്. എല്ലാവരും വിമാനത്തിൽ കയറിപ്പോയപ്പോൾ കുറിച്ചി തലൈവര് അമ്മമ്മമാരുടെ സംരക്ഷണത്തിനായി കുറിച്ചിയിൽ തന്നെ പാവിരിച്ചു കിടന്ന ആ സ്നേഹം നാം കാണാതെ പോകരുത്. ലെബാനോന്റെ ബെയ്റൂട്ടില് ലോകമുട്ടുക്കുള്ള സുറിയാനി സഭകളുടെ മെത്രാപ്പോലീത്തന്മാര് സമ്മേളിക്കുന്ന സമയത്ത് ഞാൻ മാത്രം ഈ കേരളത്തിൽ മലങ്കരിയിലായിരിക്കുന്ന ഒരു സാഹചര്യം, അതിലും ഞാൻ ദൈവത്തിലെ സ്തുതിക്കുന്നു. എൻ്റെ ദൈവജനത്തോടുകൂടി ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇടദിവസങ്ങളിലെല്ലാം ഇവിടെ നിങ്ങളോടുകൂടി ആയിരിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ തീരുമാനം അങ്ങനെയെങ്കിൽ അങ്ങനെ പോകട്ടെ. സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ സകല മെത്രാപ്പോലീത്തന്മാരും ലബാനോന്റെ ബെയ്റൂട്ടിൽ ഈ ദിവസങ്ങളിൽ ഒന്നിച്ചു കൂടുന്നു. ഞാൻ മാത്രം ഒരേ ഒരു മെത്രാപ്പോലീത്ത ഇന്ന് കേരളത്തിൽ ഇവിടെ ആയിരിക്കുന്ന സാഹചര്യം അറിയാൻ പാടില്ലാത്തവരായി ആരുമില്ല. ആ സാഹചര്യം എന്തുമാകട്ടെ, പക്ഷേ എന്റെ ജനത്തോടുകൂടെ മറ്റാരേക്കാളും ഉപരിയായി ദൈവം എന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം തന്റെ തിരുരക്തം ചീന്തി താൻ വിലയ്ക്ക് വാങ്ങിയ തൻ്റേതു മാത്രമായിരിക്കുന്ന ജനത്തെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം എല്ലായ്പ്പോഴും അവരുടെ മധ്യത്തിലായിരിക്കുന്നത് അത് ഭാഗ്യമായി കരുതുന്നയാളാണ് സേവേറിയോസ് എന്ന നാമമുള്ള നിങ്ങളുടെ മെത്രാപ്പോലീത്ത. അതുകൊണ്ട് മറ്റെന്തിനേക്കാളും ഉപരിയായിട്ട് ആര് ദൈവജനത്തെ ഉപേക്ഷിച്ചാലും ഞാൻ എന്നേ ഉള്ളൂ എന്റെ ജീവൻ തന്നെ അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ട് വന്നാൽ, പണയപ്പെടുത്തേണ്ടി വന്നാൽ പോലും ദൈവജനത്തെ വിട്ട് സേവേറിയോസ് എന്ന നാമമുള്ള എനിക്ക് യാതൊന്നുമില്ലെന്നും. അതുപോലെ ഞങ്ങളുടെ കഞ്ഞിക്കുഴി മൂപ്പൻ കാതോലിക്ക വാഴ്ചയെ കുറിച്ച് അറിഞ്ഞത് ഇന്നലെ പത്രത്തിൽ വന്ന ആ വാർത്ത കണ്ടിട്ടാണ് കേട്ടോ. ഹരിതനോയമ്പായതുകൊണ്ട് ഞങ്ങളുടെ മൂപ്പൻ അസത്യം പറയില്ല, കല്ലുവെച്ച നുണയെ പറയുകയുള്ളൂ. 2017 സുപ്രീം കോടതി വിധി വന്നപ്പോൾ അനുരഞ്ജനത്തിന് എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നപ്പോൾ അതിന് ബ്രഹ്മ വെച്ച് തകർത്ത ആ മുതലാണ് നിഷ്കളങ്കനായി നിന്ന് ഇപ്രകാരം സംസാരിക്കുന്നത് എന്ന് കാണുമ്പോൾ അല്പം വിനയത്തോടെ എനിക്ക് ചോദിക്കുവാൻ തോന്നുന്നത്, തനിക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതോ വാഴൂർ മത്തായി എന്നാണ്. ഒന്നിച്ചു പോകാമെന്ന്. പിന്നെ അണ്ണാക്കിൽ കൊലും നെട്ടിപ്പിടിച്ച് നിൽക്കുന്നവർക്ക് ഇതൊക്കെ എന്നാ പുട്ടാന്ന് അറിയാത്തത് കൊണ്ട്
മറുചോദ്യം വരാത്തത് കൊണ്ട് ഞങ്ങളുടെ മത്തായി തൽക്കാലം രക്ഷപ്പെട്ടു. കർത്താവേ സ്തോത്രം. രണ്ട് സഭയില്ല, ഇവിടെ ഒരു സഭയേ ഉള്ളൂ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറയുന്ന ഒരു സഭയേ ഉള്ളൂ. അതിന് ആ സഭയ്ക്ക് 1662 പള്ളികളുണ്ട്. അതെല്ലാം 1934 സഭയുടെ ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണമെന്നുള്ളത് 1958-ലും 1995-ലും 2002-ലും 2017-ലും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നുണ്ട്. അതിന്ന് മാറാൻ ഞങ്ങൾക്ക് ഒക്കുകയല്ല. സഭയുടെ കോടതി വിധിയും ഭരണഘടനയും അനുസരിച്ചുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്ന് ഒരുമിച്ച് ഒരു സഭയായി പോകണം. ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കരുത് എന്നുള്ളത് എന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് അന്നും ഇന്നും എന്നും പറയും. കഞ്ഞിക്കുഴി സഭയിലെ ബഹുഭൂരിപക്ഷം സുറിയാനി ക്രിസ്ത്യാനികളും തങ്ങളുടെ സഭയുടെ പുതിയ അധ്യക്ഷനായ പാത്രിയർക്കീസിനാൽ വാഴിക്കപ്പെട്ട ഔദ്യോഗിക കാതോലിക്കയെ സ്വീകരിക്കുവാൻ മാർച്ച് 30-ന് കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ചേരും. പിടിച്ചു നിൽക്കുവാൻ മറ്റു മാർഗമില്ലാത്തതിനാൽ ഞങ്ങളുടെ കഞ്ഞിക്കുഴി മൂപ്പനും കുറിച്ച് പെരിയവരും കൈമുത്താൻ തലക്കൽ കാണും എന്നാണ് കരക്കമ്പി. 2017-ലെ ആ ഐറ്റം പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഞങ്ങളുടെ മത്തായി മൂന്നാമനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് റാംജി റാവ് സ്പീക്കിംഗിലെ ഇന്നസെന്റിന്റെ ആ മത്തായി എന്ന കഥാപാത്രത്തെയാണ്. ഒരു തോക്ക് കിട്ടിയിട്ടാ അവസാനം തോക്കുകളാന്ന് പറയരുത്, കറുത്ത തോക്ക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.